ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ്. ഇന്ന് 2 സിനിമകൾ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഒരു വിയറ്റ്നാമീസ് മൂവിയാണ്. എമ്മായി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മറ്റു ഭാഷകളിലൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ്. നമാക്കൂൾ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ മിനി TV വഴിയാണ് ഈ ഒരു സിനിമ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. വിദ്യ വാസുല അഹം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്നിപ്പോൾ ഓൾറെഡി ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്തു. അടുത്തൊരു ആനിമേഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. തെൽമ ദ യൂണിക്കോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴിലും തെലുങ്കിലും ആയിട്ട് റിലീസ് ചെയ്ത ഒരു സീരീസാണ്. തലമൈ സെയ്യലാകം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഭരതൊക്കെ പ്രധാന വേഷം കൈകാര്യം, ഭരത് അതുപോലെ തന്നെ രമ്യ നമ്പീശനൊക്കെ പ്രധാന വേഷം കൈകാര്യം സീരീസാണ്. 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സീരീസ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ബസ്റ്റർ ദ നക്സൽ സ്റ്റോറി എന്നാണ് ഹിന്ദി മൂവിയുടെ പേര്. ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ ഹിന്ദി ഭാഷ കൂടാതെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. C5 വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ആനിമേഷൻ സീരീസ് ആണ്. ബാഹുബലി ക്രൗ ഓഫ് ബ്ലഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് എന്നീ 7 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 2 എപ്പിസോഡുകളാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ആഴ്ചകളിലായിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സീരീസാണ്. ഒരു കൊറിയൻ സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ പേര് വരുന്നത് ദ 8 ഷോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സീരീസിനും 8 എപ്പിസോഡുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. സറാ ഹട്ട്കെ സറാ ബച്കെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഈ ഒരു സിനിമ. അടുത്തത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. ആഹാ തമിഴ് അതുപോലെ ടെൻറ്റുകോട്ട ആമസോൺ തമിഴ് വഴിയാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 സിനിമകളാണ് വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഒരു തെലുങ്ക് മൂവിയാണ്. സത്യദീപ് നായകനായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു കൃഷ്ണമ്മ എന്ന് പറഞ്ഞ സിനിമ. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. കന്നഡ മൂവി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ ഒരു 2-3 ആഴ്ച മുമ്പേ തന്നെ ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ യുവ എന്ന് പറഞ്ഞ സിനിമ കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരുന്നു. യുവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് ഈ ഒരു സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡബ്ഡ് വേർഷനാണ് വന്നിട്ടുള്ളത്. യുവ എന്ന് പറഞ്ഞ കന്നഡ മൂവിയുടെ ഡബ്ഡ് വേർഷനാണ് ആമസോൺ പ്രൈമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 സിനിമകളാണ് സർപ്രൈസ് ആയിട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും പുറത്തുവിടാതെ റിലീസ് ചെയ്തതായിട്ടുള്ള 2 സിനിമകളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. Disney+ ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ എന്താ പറയുക, തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ OTT റൈറ്റ്സ് ഒക്കെ സെയിലായി കഴിഞ്ഞതാണ്. അപ്പോൾ ജൂലൈ മാസത്തിൽ മാത്രമേ ഈ ഒരു സിനിമ Disney+ ഹോട്ട്സ്റ്റാറിൽ വരൂ എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ ജൂലൈ മാസത്തിലെ Disney+ ഹോട്ട്സ്റ്റാറിൽ വരുള്ളൂ. അതിന് മുമ്പേ തന്നെ വേറെ സിനിമകൾ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ റിലീസ് ചെയ്യുള്ളൂ. അതിനുശേഷം ആടുജീവിതമുണ്ട്, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആകുന്നത്. ജൂലൈ മാസത്തിലേ റിലീസ് ചെയ്യുള്ളൂ. ഒരു 3 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഓരോ സിനിമകൾ അവർ പുറത്തു വിടാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ നല്ല രീതിയിൽ കളക്ഷൻ കയറി നല്ല രീതിയിൽ ആൾക്കാർ കയറുന്നുണ്ട്. ഫാമിലിയൊക്കെ കയറുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടിറങ്ങിയ സിനിമകളിലും സീരീസുകളും ഏതൊക്കെ സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും എനിക്ക് ഞാൻ പറ്റുന്നതനുസരിച്ച് ഓരോ സിനിമകളും സീരീസുകളും കാണുന്നുണ്ട്. കണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ആ സിനിമകളുടെ ഒക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.